പിന്നെ നമ്മളെ കുട്ടികളൊക്കെ അമൂൽ ബേബികളാക്കാതെ പുസ്തക പുഴുക്കളാക്കാതെ ഇതാക്കണേ മൊബൈല് എപ്പോഴും ഇങ്ങനെ കളിക്കുന്നവരാക്കാതെ ഇതുപോലെ നമ്മൾ നീന്തം പഠിപ്പിക്കാം. പല കുട്ടികൾക്കും ഇന്ന് നീന്താൻ അറിയില്ല, വലിയ കുട്ടികളായിരിക്കും പക്ഷെ നീന്താൻ അറിയില്ല. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ അടുത്തുള്ള കുളങ്ങളിൽ നമ്മൾ വലിയവർ കൊണ്ടുപോയിട്ട് നീന്തം പഠിപ്പിക്കാം. അപ്പോൾ അതാണ്. അപ്പോൾ കുട്ടികൾക്ക് നീന്തം പഠിപ്പിക്കൽ ഈ കാലത്ത് മസ്റ്റാണ്. കാരണം ഒരുപാട് പേര് ഈ വർഷം തന്നെ ഒരുപാട് പേര് പിന്നെ തോട്ടിലും അടുത്തുള്ള തോട്ടിലും അതുപോലെ തന്നെ പുഴയിലും പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളാണ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ കഴിയുന്ന രൂപത്തിൽ അവരെ നീന്തം പഠിപ്പിക്കാം. നമ്മുടെ നാട്ടിലെ കൊളാട്ടോ എല്ലാവരും വന്നിട്ട് കുളിച്ചൊക്കെ പോകും. പക്ഷെ ഇതാക്കണേ ഇതുപോലെ വേസ്റ്റുകൾ അതുപോലെ തന്നെ പുല്ല് ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കുട്ടികളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പുല്ലുകളൊക്കെ ഒന്ന് നമ്മൾ വരയ്ക്കാൻ പോവാണ്. കുളം നല്ല വൃത്തിയാക്കാൻ പോവാണ്. നാട്ടിലെ കുട്ടികൾക്ക് ഉപകാരപ്പെടും. ഓക്കെ. നമ്മളെ മിഷൻ കംപ്ലീറ്റ് ആയി കിട്ടുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോ ഈ ഇതിങ്ങനെ മല കൊണ്ട് കോരാണ്ട് ഇല്ലേ? ഇപ്പൊ മല കൊണ്ട് കോരുണ്ട് കണ്ടോ? ഇത് കണ്ടോ നിങ്ങള്? എല്ലായിടത്തും ഉണ്ടാവും ചാടിനോടത്ത് ഇതേപോലെ കയറും ഇതൊക്കെ കിട്ടിയത്. ഇത് കുട്ടികള് ആടിപ്പോയി റിട്ടേൺ വരുമ്പോ ഇത് വിടാൻ മറന്നാല് അതിമ്മ തലടിക്കും. അപ്പൊ ഇത് നമ്മള് മുറിക്കാണ്. ഇത് ആരെ കെട്ടിയെന്ന് അറിയില്ല, ഇത് നമ്മള് മുറിക്കാണ്. അപ്പൊ കുളം നന്നാക്കിയ ഓൽക്ക് ഇതാക്കണേ നമ്മള് ആദ്യം അല്ലെ? ആദ്യം എന്ത് പറഞ്ഞേ? ജ്യൂസ് വേണോ ചോദിച്ചു. ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞു. അല്ലെ അതില് പൊറാട്ട വേണ്ടിയെന്ന്, ചായ വേണ്ടിയ. കാരണം വെള്ളത്തിൽ നിന്ന് കുളിച്ചിങ്ങാണ്ട് തണുപ്പിൽ നിൽക്കല് അല്ലെ? അപ്പൊ അത് ചൂടാക്കാൻ ഇതാക്കണേ പൊറാട്ടയും പിന്നെന്താണ് മുട്ടക്കറി അല്ലേ? പൊറാട്ടയും മുട്ടക്കറി ഉഷാറല്ലേ?